ഞങ്ങളെ താലന്റെ ഒരു മനസ്സോക്കാണ് ഒരു ഫിറ്റ് ആണല്ലോ, ഫുള്ള് ഫിറ്റ് ആണല്ലോ. എന്നിട്ട് ഇനി ചെറുപ്പക്കാരെ അവസരം കളയണ്ടെന്ന് വിചാരിച്ച് കളിച്ചണില്ലാന്ന് സപ്പോർട്ട് ടീം കോമ്പിനേഷൻ ഒക്കെ സെറ്റായി മുംബൈ പോയി 103 റൺസ് തോൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ നീ ഞാനാണ്ട് ഇറങ്ങിങ്ങാണ്ട് നന്നായി കളിച്ചണ ഒരാളെ ലെജൻഡുമാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും. ലെജൻഡുമാർക്ക് വേറൊരു ചിന്തയും കൂടിയും വരും, കളി നിർത്താനായിക്കണം, നിർത്തി വരി പോകണം നല്ലത്. ആ ചിന്ത സമയമായിട്ടില്ല. കുറെ ആൾക്കാർ പിന്നെന്തിനും ചെക്കന്മാർക്ക് അവസരം കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഈ പരിപാടിക്ക് നിൽക്കരുത്, നിർത്തി പോകണം. വെറുതെ നെറ്റ്സിൽ 6 അടിച്ചോ 4 അടിച്ചോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തള്ളി പൊടിച്ചിക്കാണ്ട് ഇങ്ങനെ റീൽസ് ഇട്ടുകാണ്ട് നിൽക്കുക. അതൊരു ആവേശം കൊടുക്കും ചെക്കന്മാർക്ക്. അവർക്കൊരു മോട്ടിവേഷനാണ്. തലയാണല്ലോ പഠിച്ചോനെ ഞങ്ങളെ മുമ്പിൽ വന്നാണ്ട് ഇങ്ങനെ 6 അടിച്ചത്, തലയാണല്ലോ ഞങ്ങൾ ബാറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ കീപ്പ് ചെയ്യണത്, ഇങ്ങനെയൊക്കെ ഒരു ആവേശം ആൾക്കാർക്ക് കിട്ടും. അതിനാണ്. എന്നാലും ഞാൻ അതല്ല, ഈ മനുഷ്യന്റെ ഒരു മനസ്സ് വല്ലാത്ത മനുഷ്യനാണ്. ഇപ്പൊ ചേട്ടൻ കളി ഇപ്പൊ നമ്മൾ കണ്ടു. ഇപ്പൊ മൂപ്പര് കളി നിർത്തുന്നില്ല എന്നൊക്കെ മൂപ്പർക്ക് അറിയാം. മൂപ്പര് കളിക്കറിഞ്ഞാൽ ചിലപ്പോ ടീമിന്റെ ആ ബാലൻസ് തന്നെ പോയി തോൽവി തുടങ്ങും. ഇപ്പൊ ഉസാറാണല്ലോ എന്ന് വിചാരിച്ചാൽ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കളിച്ചാത്താണ്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ചേട്ടന്റെ അടി അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ചേട്ടൻ 2 സെഞ്ചുറി ആയിട്ടാ മക്കളെ ഈ ഒരു T20 IPL മാത്രം, ഈ IPL മാത്രം 2 സെഞ്ചുറി. സെഞ്ചുറികൾ വരും ഞങ്ങൾക്ക്. സെഞ്ചുറി ഞങ്ങൾക്ക് സായി സുദർശൻ സെഞ്ചുറി ഉണ്ട്. സായി സുദർശന്റെ സെഞ്ചുറി ഇതും കൂടെ ഉള്ള വ്യത്യാസം. സായി സുദർശന്റെ സെഞ്ചുറി തോറ്റില്ലേ കഴിഞ്ഞ കളിയില്? ഇത് സെഞ്ചുറി അടിച്ച് ജയിപ്പിച്ചു. ദാറ്റ്സ് ദി ഡിഫറൻസ്. ചേട്ടൻ അടിച്ചോ ടീം ജയിച്ചു, അതാണ് ഇപ്പത്തെ അവസ്ഥ. ഞങ്ങൾ ഇന്ന് വിജയിക്കാനാണ് ഇറങ്ങണ്ടേ. നിങ്ങള് സഞ്ജുവിന്റെ സെഞ്ചുറി ഒന്നും നടക്കില്ല. ചെപ്പോക്കിൽ എന്താ പ്രശ്നം? ചെപ്പോക്കിൽ ഇന്ന് ആ ചെപ്പോക്ക് പഴയ ചെപ്പോക്കല്ല, നിങ്ങളെ കോട്ടയിൽ നിൽക്കണമെന്നില്ല. പലരും അങ്ങനെ പറഞ്ഞു തന്നെ. അത് കഴിഞ്ഞ കളി തിരിച്ചു പിടിച്ച് ഏത് വാങ്ങര കളിയല്ല, അതിന്റെ മുമ്പത്തെ കളിയിലും ഞങ്ങളെ സ്പിന്നർമാർ ഉസാറായി അവിടെ എറിഞ്ഞ്. അതാണ് ചെപ്പോക്കൊക്കെ പഴയ ചെപ്പോക്ക് തന്നെ. അഖിൽ ഹുസൈനും ഞങ്ങളെ 100 അഹമ്മദും കൂടി ഒക്കെ കണ്ട് എറിയുമ്പോണ്ടല്ലോ നിങ്ങൾ തൊടൂല. ഞങ്ങൾക്ക് സായി സുദർശന്, ഗില്ല്, ബട്ട്ലർ 3 ആൾക്കാരും മതി. സായി സുദർശൻ ഇപ്പൊ ഒന്നും കാട്ടിയിട്ടില്ലേക്കല്ലോ. സെഞ്ചുറിയാണ് അതല്ലാതെ വേറൊന്നും കാട്ടിയിട്ടില്ല. ഗില്ല് പിന്നെ എന്നും ഫോമില്ല. അതെ അതെ, ബട്ട്ലർ ചില കളികളിൽ മോശമാവുന്നുള്ളൂ, പക്ഷെ ഈ കളിയിൽ കുറെ താഴത്താണെന്ന് മാത്രം. ഞങ്ങള് കണ്ട കളി അത് കഴിഞ്ഞ ജയത്തോട് കുതിച്ചു ചാടി. ഇപ്പൊ എന്താ വെച്ചാലേ ഞങ്ങൾക്ക് ഖലീൽ അഹമ്മദ് പരിക്കേറ്റ് പുറത്തായിട്ടും ആയുഷ് മാത്രം പരിക്കേറ്റ് പുറത്തായിട്ടും ഒന്നും ടീമിനെ ബാധിക്കില്ലല്ലോ. കാരണം എന്താ, ചേട്ട ഉസാറായി. പിന്നെ ഞങ്ങളെ സർപ്പു കഴിഞ്ഞ കളിയിലും നല്ല ടച്ചിലായിരുന്നു. പെട്ടെന്ന് ഔട്ടായി പോയെങ്കിലും മൂപ്പർ നല്ല ടച്ചിലായിരുന്നു. ആകെ ഞങ്ങൾക്ക് ഒരു ആശങ്കയുള്ളത് ഞങ്ങളെ ഋതുവിന്റെ കാര്യത്തിലാ. മൂപ്പരും കൂടി നല്ല ഫോം ആവുന്നതോട് എന്റെ അഭിപ്രായം എന്താ അറിയാം, ആ ഋതുരാജാണ് മാറ്റി കാണുമ്പോ ധോനിനെ ഇറക്കി കളിയാണ്. ഋതുവിനെ മാറ്റിയാലും കുഴപ്പം. എന്നിട്ട് ഋതുരാജ് ധോനി ലാസ്റ്റ് ഇറങ്ങിയാൽ മതിയല്ലോ. ഋതുവിനെ മാറ്റിയാണ്ട് ചേട്ടനെ ക്യാപ്റ്റൻ ആക്കിയാലോ ഞങ്ങളെ ഫാൻസിന് ചെറിയ ചിന്ത ഉണ്ട്. രാജസ്ഥാനിലെല്ലാവർക്കും അറിയാം, അവിടെ നല്ല കളിയുന്നല്ലോ, കപ്പ് എടുത്തില്ലല്ലോ, ഇവനെ ഫൈനലൊക്കെ എത്തിച്ചിട്ടുണ്ടല്ലോ ക്യാപ്റ്റൻ ആയിക്കാണ്ട്. ഇവിടെ ആകുമ്പോ ടീം ഒന്നും കൂടി ഉസാറും ഒരു ലെഗസിയും തലന്റെ ഒരു ബാക്കപ്പും ഒക്കെ കൂടി ഉണ്ടാവുമ്പോ കപ്പൊക്കെ താനെ വരും. ഞങ്ങളെ ചേട്ടനെ കൂടുതൽ ഒരു 5-8 കൊല്ലത്തിന് ചേട്ടൻ അവിടെ ഉണ്ടാവും. അതാണ് ഇതാണെന്നൊക്കെ പറയണ്ടേ. ഞങ്ങളടുത്ത് വേൾഡ് ക്ലാസ് സ്പിന്നറാണ് റാഷിദ് ഖാൻ. റാഷിദ് ഖാന്റെ ബോളിന് മുമ്പിൽ നല്ല റാഷിദ് ഖാനൊക്കെ എടുത്തിട്ട് അലക്കും. അതിനുള്ള ആൾക്കാരുണ്ട്. അവിടെ സ്പിന്നിനെ തല്ലുന്ന ഒരു മനുഷ്യണ്ട്. വേണ്ട നിങ്ങൾ വെക്കുമ്പോ നിങ്ങൾ ഓനിട്ട് കണ്ട് ഇങ്ങനെ ഇതാക്കണ ആര് ചോമി. അതന്നെ, അത് കത്തിയിട്ടില്ല. മാണ്ടാന്ന് വെക്കണതാണ്. ഒരു ബൗൺസ് അറിഞ്ഞാൽ മൂപ്പർ ഔട്ടായി പോലും. പർപ്പിൾ ക്യാപ്പിന്റെ റേസിൽ മൂപ്പരുണ്ടേ. കമ്പോജ് പിന്നെ അങ്ങനെ ബൗൺസ് സ്പീഡ് ഒന്നുമില്ല. ഞങ്ങളെ ചെക്കന് സിറാജ്, ഞങ്ങളത് കളിയാക്കണ്ട, ഞങ്ങളെ പ്രസിദ്ധ കൃഷ്ണ, ഈ 3 ആളും കൂടെയാണ് എറിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടൂല. അതെ, 3 ആളാണല്ലേ. ഇത് ചേട്ടൻ വാഴുന്ന ചെപ്പോക്കാണ്.
തല ബാക്കിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് ജയിച്ചു പോകുന്നൊന്നും ഒരു കുട്ടിയാളും വിചാരിച്ചണ്ട.